കർത്താവ് യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ നോമ്പിൻ്റെ 16-ാം ദിവസമായ ഇന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഫരീസയരുടെയും ഹെരോദേസിൻ്റെയും പുളിപ്പിനെ കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ എന്ന കർത്താവിൻ്റെ മുന്നറിയിപ്പ്. ഇതേ അർത്ഥത്തിലാണ് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്. ലോക വ്യവസ്ഥിതികളിൽ ജീവിക്കുന്ന ക്രിസ്തു ശിഷ്യർ തങ്ങളുടെ ജീവിത വ്യവസ്ഥിതിക്ക് ക്രിസ്തു മനോഭാവമല്ലാതെ മറ്റൊന്ന് തിരഞ്ഞെടുക്കുവാൻ പാടില്ലാത്തവരാണ്. ഇന്ന് നാം സമൂഹത്തിൽ പലതരത്തിലുള്ള വർഗീയ ചേരിതിരിവുകളും മതസ്പർദ്ധകളും ചതിവും വഞ്ചനയും നിറഞ്ഞ വ്യവസ്ഥിതികളും അഭിമുഖീകരിക്കുന്നവരാണ്. ലൗകിക മാനദണ്ഡമനുസരിച്ച് രൂപം കൊണ്ട വിശ്വാസ രീതികൾ പിന്തുടരുന്നവർക്ക് ലൗകികമായ മനോഭാവങ്ങളും പ്രവർത്തന രീതികളും ഉണ്ടാകാം. കാരണം അത് ലോകത്തിൻ്റേതാണ്. എന്നാൽ ക്രിസ്തുവിനുള്ളവർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇത് സ്വർഗത്തിൻ്റെ മഹാദാനമാണ് നമ്മുടെ വിശ്വാസ ജീവിതം. ഒരുവൻ ക്രിസ്തുവിനുള്ളവനാകുന്നത് ലൗകിക മാനദണ്ഡപ്രകാരമല്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നത് അങ്ങ് എനിക്ക് തന്നവർ എന്ന് നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. നാം ക്രിസ്തുവിനുള്ളവരായിരിക്കുന്നത് നമ്മുടെ തീരുമാനപ്രകാരമോ അഭീഷ്ടം അനുസരിച്ചോ അല്ല, മറിച്ച് സ്വർഗം തീരുമാനിച്ചതിനാലാണ്. അതിൽ നമ്മുടെ വിശ്വാസ ജീവിതം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നത് തന്നെയാണ്. ആയതിനാൽ നമുക്ക് ലൗകിക വിശ്വാസ രീതിക്കാരെ പോലെ പോർവിളികളോ ശക്തി പ്രകടനങ്ങളോ മറ്റ് ഏതെങ്കിലും ഗൂഢ രീതിയിലുള്ള പെരുമാറ്റങ്ങളോ ലൗകികമായ വഴികളൊന്നും നമുക്ക് പാടില്ല. അതിനാലാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ നാം ദൈവത്തിൻ്റെ ആയുധങ്ങളാണ് ധരിക്കേണ്ടതെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 57-ാം തിരുവചനത്തിൽ കർത്താവ് ഇപ്രകാരം നമ്മെപ്പറ്റി ഓർമ്മിപ്പിക്കുകയാണ്, ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചുവെങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ പറയുന്നു, മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ല നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. 11-ാം തിരുവചനത്തിൽ പറയുന്നു, അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിത്യജീവനും. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 17-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു. 16-ാം തിരുവചനമാകട്ടെ, ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല എന്ന് കർത്താവ് നമ്മെ ആ പ്രാർത്ഥനയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനാൽ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ക്രിസ്തീയമായി പിടിച്ചു നിൽക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ
പൗലോസ്ലീഹ എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ക്രിസ്തീയ ആയുധങ്ങൾ, അതായത് ദൈവത്തിൻ്റെ ആയുധങ്ങൾ നാം ധരിക്കണം. ദൈവത്തിൻ്റെ ആയുധങ്ങളാണ് ക്രിസ്ത്യാനികൾ ജീവിക്കാൻ ധരിക്കേണ്ടത്. അതാകട്ടെ സത്യം, നീതി, സമാധാനം, വിശുദ്ധ ജീവിതം നയിച്ചുള്ള വിശ്വാസം, രക്ഷ, ദൈവവചനം. ഇതായിരിക്കട്ടെ ഈ യുഗത്തിൽ നമ്മുടെ ആയുധം. ദൈവം അനുഗ്രഹിക്കട്ടെ.